ഹലോ എവ്രിവൺ, വെൽക്കം ടു ഐഫർ സ്മാർട്ട് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾക്ക് ഉണ്ടാക്കിയ ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേര് സൺഷൈൻ പുഡിംഗ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയുള്ള ഒരു സോസ് പാനിലേക്ക് ഞാൻ 1/2 ലിറ്റർ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പാക്കറ്റ് കാരമൽ പൗഡർ, ഇതൊരു തിക്ക് ടെക്സ്ചറായി വരുന്നവരെ ഒന്ന് ബോയിൽ ചെയ്യണം. ഇനി നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് 4 സൈഡ് കട്ട് ചെയ്ത് ബ്രെഡ് പീസസ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൂൾ ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കാരമൽ റെഡി ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ബ്രെഡ് പീസസും കാരമൽ മിക്സും ഒന്ന് ഒഴിച്ചെടുക്കണം. ഇനി നമുക്ക് പുഡിംഗ് 3rd ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ മിൽക്ക് ഇട്ടിട്ടുണ്ട്. 1 കപ്പ് കണ്ടൻസ് മിൽക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ബോയിലാക്കി എടുക്കണം. മിൽക്ക് ബോയിൽ ആയതിനു ശേഷം ഇതിലേക്ക് 10 ഗ്രാം മെൽറ്റഡ് ചൈന ഗ്രാസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയ മിക്സിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ക്വാണ്ടിറ്റിയാണ്, ബിക്കോസ് എൻ്റെ പുഡിംഗ് ട്രേ വലുതായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പുഡിംഗ് ട്രേന് അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് ഞാൻ പിസ്തവും ആൽമണ്ട് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പൈനാപ്പിൾ ജെല്ലിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ പീസ് ഷുഗറിലൊന്ന് സോട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ വിചാരിക്കും. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.